വത്സലരേ ദൂര എന്തിനും നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ. സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ. മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നിൽ ആരും. വിളിക്കൂട്ടുന്നോർക്ക വെളിവാകും നാഥ, നിൻ ദൈവികമാ വലഭാഗേ നിർത്തണമെന്നേ. മരണദൂതൻ എൻ്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തണമേ. വത്സലരേ സത്യം ഭക്തിയോടെ
ഭയത്താൽ എന്നകത്താ വിളകിടുന്നു. ജഗതീരക്ഷകനാ മശീഹ നൃപനൻ കാൾവീട്ടതിന പോകുന്നേൻ സങ്കടപൂർവം. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി എന്റെ ബോധത്തെ ഇളക്കിമറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു. നിവാസികളെ ശുഭമോടു വാണിടുവിൻ. ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം. പോകുന്നേൻ നൽകാം എന്റെ കണക്കല്ല. സർവരഹസ്യവിധീശൻ തൻ തിരുസന്നിധിയിൽ. ലോകവും അതിലെ നിവാസികളുമേ, സമാധാനത്തോടെ വസിപ്പീൻ. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാൻ പോകുന്നു.
എന്നേക്കും. ദൈവസന്നിധിയിലേക്ക് ഈ ലോക ജീവിതത്തിലെ തൻ്റെ യാത്ര അവസാനിപ്പിച്ചതിന് ശേഷം നിത്യഭവനത്തിലേക്ക് കടന്നു പോകുന്ന വന്യനായിരിക്കുന്ന കക്കാട്ടച്ഛൻ്റെ സഹധർമ്മിണിയായിരിക്കുന്ന ഈ കൊച്ചമ്മയെ ക്രിസ്ത്യാനിക്ക് ഉചിതമായിരിക്കുന്ന നിലയിൽ യാത്ര അയക്കുവാനായിട്ടാണ് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. പാമ്പാടി ദേറായിലെ ബാലഭവൻ്റെ ചുമതലയിലെ തിരുമേനി നിർബന്ധിച്ച് അവിടെ ആയിരിക്കുന്ന സമയത്തെ കക്കാട്ടച്ഛനുമായിട്ടുള്ള സ്നേഹബന്ധം അന്ന് ഈ സ്കൂളുമായിട്ട് ചേർന്ന് അവിടുത്തെ കുഞ്ഞുങ്ങളെ പഠിക്കുന്നതുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. ആ സമയത്തെ ആ സ്കൂളിലെ PTA പ്രസിഡൻ്റായിട്ട് അച്ഛൻ എന്നെ പിടിച്ചാക്കിയായിരുന്നു. ആ രീതിയിൽ ഈ പള്ളിയുമായിട്ടും ഈ കുടുംബവുമായിട്ടുള്ള സ്നേഹബന്ധമുണ്ട്. പ്രത്യേകിച്ചും കക്കാട്ടച്ഛനെ ഈ ഭദ്രാസനത്തിൽ അനുഗ്രഹകരമായിരിക്കുന്ന സേവനം ചെയ്യുന്നതിനെ കൈത്താങ്ങായിട്ട് എല്ലാവിധമായിരിക്കുന്ന ക്രമീകരണങ്ങളും ചെയ്ത് അച്ഛൻ്റെ കൂടെ ആ വൈദിക ശുശ്രൂഷ നിറവേറ്റുവാൻ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്ത കൊച്ചമ്മയായിരുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഈ കൊച്ചമ്മയുടെ ആത്മാവിനെ ദൈവം തൻ്റെ കൈകളിൽ സ്വീകരിക്കട്ടെ. അഖിലമലങ്കര വൈദിക സംഘത്തിൻ്റെയും കോട്ടയം ഭദ്രാസനത്തിലെ വൈദികരുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ബൊക്കെ സമർപ്പിക്കുന്നു. കോട്ടയം ഭദ്രാസന മാർത്തമറി സമാജത്തിൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺ ജോസഫ് ചാലാശ്ശേരി അച്ഛനും പ്രവർത്തകരും ശരീരത്തിൽ ഇപ്പോൾ പൂക്കൾ സമർപ്പിക്കുന്നതാണ്. അതുപോലെ വന്യയായ ഈ കൊച്ചമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഇടവകയിലെ ആത്മീയ പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ ഇപ്പോൾ പൂക്കൾ സമർപ്പിക്കുന്നു. മർത്തമറിയം സമാജത്തിൻ്റെ ഭാരവാഹികൾ മൃതശരീരത്തിൽ ഇപ്പോൾ പൂക്കൾ സമർപ്പിക്കുന്നതാണ്. മർത്തമറിയം സമാജത്തിൻ്റെ അംഗങ്ങൾ കടന്നു വന്നത് പൂക്കൾ ഇവിടെ വെക്കണം. അതുപോലെ പ്രാർത്ഥനാ യോഗം, സെൻറ് തോമസ് പ്രാർത്ഥനാ യോഗത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സെക്രട്ടറി CK എബ്രഹാം ചുമയങ്കര മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിക്കുന്നു. മാർ ഗ്രിഗോറിയോസ് പ്രാർത്ഥനായോഗത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സെക്രട്ടറി ബഹുമാനപ്പെട്ട PA തോമസ് അവർ നേരത്തെ മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിച്ചിരുന്നു. കോട്ടയം ഭദ്രാസനത്തിനു വേണ്ടി പ്രത്യേകിച്ച് ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഇടവമെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനി ഇപ്പോൾ ഹെർസ സന്ദർശനത്തിലായിരിക്കുന്ന ഓസ്ട്രേലിയയിൽ നിന്ന് വിളിക്കുകയും ഈ സംസ്കാര ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. കോട്ടയം ഭദ്രാസനത്തിൻ്റെ പേരിലുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭദ്രാസന സെക്രട്ടറി ആദരണീയനായ KM സക്രിയാച്ചൻ ഒരു വാക്ക് പറയുകയും മൃതശരീരത്തിൽ പൂക്കൾ സമർപ്പിക്കുകയും ചെയ്തു. അഭിമന്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ശരീരത്തോടിരുന്ന് ദൈവത്തെ ആരാധിച്ചിരുന്ന സമൂഹത്തിൽ നിന്നും പരിശുദ്ധ സഭയുടെ അദൃശ്യ വിഭാഗമായ ശരീരം വിട്ട് ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തോട് മരണം മൂലം ഈ പ്രിയ മാതാവ് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ലോകപ്രകാരം ജീവിച്ചിരിക്കുന്ന നമ്മുടെ കടമയും കർത്തവ്യവുമാണ് പ്രത്യാശയോടെ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്നവരെ ജീവിച്ച പ്രത്യാശയ്ക്ക് അനുസരണമായി പ്രാർത്ഥനാപൂർവം യാത്രയയക്കുക എന്നുള്ളത്. നമ്മുടെ ചുമതല നിർവഹിപ്പാൻ തക്കവണ്ണമാണല്ലോ നാം എല്ലാവരും പരിശുദ്ധ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കക്കാട്ട് ജേക്കബ് അച്ഛൻ്റെ ഉടമ്പടിക്കാരിയായി സഹധർമ്മിണിയായി ദൈവ നിയോഗപ്രകാരം ഭൂമിയിൽ ജീവിച്ച് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഭംഗിയായി നിർവഹിച്ച് ദൈവസന്നിധിയിലേക്ക് ഈ മാതാവ് കടന്നു പോകുന്നു. തൻ്റെ ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയമായ വാസസ്ഥലം ദൈവം തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനോട് ചേർന്ന് കോട്ടയം ഭദ്രാസനത്തിൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് കൈത്താങ്ങായി നിന്ന്
പ്രവർത്തിച്ച എല്ലാ നന്മകളെയും ഭദ്രാസനം ഈ സമയത്ത് ഓർക്കുന്നു. കോട്ടയം ഭദ്രാസനത്തിന് പ്രിയപ്പെട്ട മാതാവിനോടുള്ള ആദരവും ബഹുമാനവും പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഭദ്രാസന മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് പ്രത്യേകമായി വിളിച്ച് അറിയിച്ചിട്ടുള്ള അനുശോചനവും ചേർന്ന് എല്ലാവരെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ ഭദ്രാസനത്തിൻ്റെ ആദരവിൻ്റെ സൂചകമായി ഇപ്പോൾ കൗൺസിൽ അംഗങ്ങളായ ബഹുമാനപ്പെട്ട വൈദികർ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നു. ഇടവകയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ട്രസ്റ്റി, സെക്രട്ടറി, അതുപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ മൃതശരീരത്തിൽ പുഷ്പചക്രം ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുന്ന സമയമായി. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് മലങ്കര സഭയുടെ ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലീത്തയും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്തയുമായ അഭിവന്യ സക്കറിയ മാർ സേവറിയോസ് തിരുമേനിയാണ്. എല്ലാവരും ക്രമീകൃതമായ, എല്ലാവർക്കും ഇപ്പോൾ എഴുന്നേക്കാം. ഇരിക്കുന്ന ആളുകൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതുപോലെ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ കർത്താവേ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിന്റെ കൗതുകമറിയമേ പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ചിരപ്പെടുമാറാകണമേ. അമ്മേ. താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ വ്യർത്ഥലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഉയർപ്പ് നാൾ വരെ നിന്റെ പരിശുദ്ധ മാലാഖമാരാൽ വഴി നടത്തപ്പെടുവാൻ സംഗതിയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഈ ആത്മാവ് മുഖപ്രസാദത്തോടെ അവിടെ നിന്നെ എതിരേൽക്കുമാറാകണമേ. ഹോശോ ബകുലസ്വാൻ ലവൽമീ. പൂകട്ടൻ പ്രാർത്ഥന തിരുമുൻപിൽ ഹാലേലൂയ. ശ്രദ്ധിച്ചിടണമെന്യാജനയെ ചിന്തിച്ചെങ്കുഴിയിൽ വീണവരെ പോൽ ഹല്ലേലൂയ. തുണയറ്റൊരു നരനെ പോലെ ഞാൻ പാറയ്ക്കുമോ. ഹൃദയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുത്ഥാനത്തിൻ നാളിൽ
ഉൾക്കൊണ്ടോരുയിരിൻ തിരുമേയം മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടുന്നു വലഭാഗേ സ്തോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മരുന്നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറഖമോർ ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കാപ്പറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഏർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിന് സ്തുതിയും തൻ്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെട്ടതായ ഈ വലിയ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളുടെ ആയുഷ്കാലം ഒക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ആദ്യന്തമില്ലാത്ത ദേശമാകാരണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രവയും ജീവനും ഉറവയും സ്ഥലത്തിൻ്റെ സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാനങ്ങളെയും ക്രമീകരിക്കുന്നതിനുമായ കർത്താവേയും നീ ഭയങ്കര നിൻ്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാന്മാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് ആഗോചരമെല്ലാം ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചളയുവാനും മനുഷ്യസംഹാരനായ സർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹാ എന്നതിൻ്റെ വത്സരപുത്രനായ ലോകത്തിലേക്ക് അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണ്ണമായി ലോകത്തു നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരുലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പോലെ സഹവാസത്തിന് വേർപെട്ട യാത്രയായിരിക്കുന്ന ഈ നിൻ്റെ ദാസിയുടെ ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കുന്നവരായ സമാധാന മാലാകമാർ മൂലം ഇവിടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവിടെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ മധ്യത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാഭക്തരും തിരുവിശ്വാസിക്കുന്നവരും അവരെ ചുറ്റി നിൽക്കുന്ന പോലുള്ള സേനകൾ ഇവർക്കും ലഭിക്കുമാറാകണമേ. എൻ്റെ മനുഷ്യപ്രീതിയാൽ ഇവരുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവിടെ തെറ്റുകൾ നിൻ്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവിടെ യാത്രയ്ക്ക് നിൻ്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കി ഇവൾക്ക് നീട്ടിക്കൊടുത്ത രണ്ടാം മരണമാകുന്ന ചുഴി നിന്ന് ഇവളെ തിരിച്ചു കൊള്ളണമേ. അതിൻ്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഇവളെ രക്ഷിച്ചു കൊള്ളണമേ. ഇവളുടെ പ്രമാണലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവളെ നീ വിധിക്കരുത്. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവെ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയ്ക്ക് അനുഭവം നേടണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിൻ്റെ മഹാകരുണയെ ഞങ്ങളും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിൻ്റെ ഉത്തരൻ്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. എൻ്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശ്വസ്തയായ ജയമുള്ള സ്ലീപ, ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ച് പോകത്ത കൊണ്ടും നിൻ്റെ കരുണ ഇവൾ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാഭക്തന്മാർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിലെത്തുന്നവരെ ഈ നിൻ്റെ ദാസിക്ക് കോട്ടയും അനുയായിയും കാവൽക്കാരനും സഹായിയും ആയിരിക്കണമേ. അവിടെ ആദ്യന്തമില്ലാത്ത നിൻ്റെ മഹിമയിൽ ഉള്ള ആനന്ദിക്കുമാറാകണമേ.
അബ്രാഹാമിൻ്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാക്കണമേ. കർത്താവേ, നിൻ്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിൻ്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങളും അനുഭവിക്കാൻ ഇടയാക്കണമേ. കർത്താവേ, കരുണാദൃഷ്ട്യാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനോദനരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. എന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏതു സ്ഥാനത്തും അവനവൻ്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയും ആയിരുന്നുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിൻ്റെ മെസ്സിയായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിൻ്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മാന്യവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിൻ്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടെയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നമങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചിരിക്കുന്നവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദ്യന്തമില്ലാത്തതിൻ്റെ രാജ്യത്തിൽ വന്യവും ഗ്രഹണാതീതവുമായ അതിൻ്റെ നാമത്തെയും ദൈവത്തിനെയും നിൻ്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. വേഗം വന്നെത്തിയിടേണം നാഥ നിന്റെ എൻ മുൻപിൽ. എൻ ജീവാന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ തുണയാകില്ല നേട്ടങ്ങൾ. പൊന്നിനു വിലയില്ലവിടെങ്ങും അങ്ങീശോയാം ദേവേശൻ. വിധിപീഠത്തിലിരിക്കുന്നു ധനികനു ദീനതയില്ലെങ്കിൽ ധനമാലംബം നൽകില്ല. ദീനന് ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേകീടാ. സത്തമനെ നരവത്സലനെ അവിടെ മേൽ ദയ തോന്നണമെന്ന് അർത്ഥിച്ചിടുന്നേ. മേന്മേൽ മുറിയോറാകി പാർക്കുമോർ കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സ്വന്തവും ഞങ്ങൾ അർപ്പിക്കുകയും നിന്റെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ ഘടനബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യമായ ശത്രുക്കൾ അദൃശ്യഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധാത്മാരുടെ ആലയങ്ങളിലും ജീവനുള്ള പട്ടണത്തിലും ചെന്ന് ചേരുവാൻ ഞങ്ങളിലുള്ള അതിൻ്റെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറൻ രാജാവേ, ശോകം ക്ലേശം ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസന്മാക്കൾക്ക് ആശ്വാസം മംഗളപൂർവം നൽകേണം. വാഴ്ചയിലോപദേശിച്ചോരാ ജനകന്മാരെ ഓർക്കേണം. ദൈവതനൂജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾ കോപ്പമവർ കേടട്ടെ. നാഥാമൃത
ഗണമാശ്വാസം പോക സഹജാദേ ഭൂവാസം നിരസിച്ചോളെ രാജകുമാരൻ പാർപ്പിക്കും മണിയറ തന്നിൽ നീട്ടാരെയും സുതരെയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെയവൻ നിവസിപ്പിക്കും. കൂട്ടായി നിൻ സ്ലീബ ഭീകരമാ കടവതിലാർന്നു പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ. സ്ലീബ താക്കോലാൽ പറുദീസിൻ വാതിലിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിടട്ടെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്മോ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റാളുകളെ പോലെ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുതെന്ന് അറിഞ്ഞുകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം തന്നെ ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചുപോയവരെയും കൂടി അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ ജീവനോടെ ശേഷിക്കുന്നവരായി നമുക്ക് നിദ്ര പ്രാപിച്ചവരെ പിന്തുടരേണ്ടി വരികയില്ലെന്ന് കർത്താവിൻ്റെ വചനം ആധാരമാക്കി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാന മാലാഖയുടെ അകമ്പടി ശബ്ദം, ദൈവത്തിൻ്റെ കാഹളധ്വനി ഇവയോടുകൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അപ്പോൾ മശിഹായിൽ ഉൾപ്പെട്ടവരായി മരിച്ചവർ ആദ്യമേ ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടുകൂടി ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ആഹായ് ബാറക്മോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും കൃപയാലിവളെ രക്ഷിക്കാം. ഹല്ലേലൂയ. മറക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിന് സ്തുതികളും നാം എല്ലാവരുടെയും മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്ത് ഇത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു.
യേശു തമ്പുരാൻ അരുളി ചെയ്തു, വീണ്ടും സ്വർഗരാജ്യം മണവാളിൻ്റെയും മണവാട്ടിയുടെയും എതിരേൽപ്പിനായിട്ട് ദീപേഷ്ടികൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളും ആയിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദീപേഷ്ടികളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദീപേഷ്ടികളോടുകൂടി പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചത് കൊണ്ട് അവരെല്ലാവരും വന്നിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് ദാ മണവാളൻ വരുന്നു, അവൻ്റെ എതിരേൽപ്പിന് പുറപ്പെടുവേൻ എന്ന ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നശാലയിൽ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്കം മറ്റേ കന്യകമാരും വന്ന്, പ്രഭു പ്രഭു, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവനുത്തരമായി അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയോടെ ഇരിപ്പീനെന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗത്തിലുള്ള അനുശോചനം ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കുന്നു. ഏതൊരു മരണപരിസരത്തിലുമുള്ള വേദവായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം ഏവരും നമ്മുടെ ഇഹലോക ജീവിതത്തിൽ പുലർത്തേണ്ടതായ ആധ്യാത്മികമായ ജാഗ്രതയെക്കുറിച്ചാണ്. നമ്മുടെ സഭാജീവിതം ആത്യന്തികമായി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മളെ നിരന്തരമായി ഓർമ്മിപ്പിക്കുവാൻ ശ്രമിക്കുന്നതും ഇത്തരത്തിൽ ആധ്യാത്മികമായ ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അത് നമ്മുടെ ദേവാലയ നിർമ്മിതി മുതൽ ആരാധനാ രീതികൾ വരെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമ്മുടെ പാരമ്പര്യം നമുക്ക് ക്രമപ്പെടുത്തി തന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ചരിത്ര ലോകത്തിൽ നിന്നും ചരിത്രാതീത ലോകത്തിലേക്കുള്ള ഒരു പ്രവേശനമായിട്ടാണ് നാം ഓരോരുത്തരുടെയും ഓരോ ദേവാലയ പ്രവേശനത്തെയും നാം കണക്കാക്കുന്നത്. നമ്മുടെ ഈ ഹിസ്റ്റോറിക്കൽ ടൈമിൽ നിന്ന് ഒരു സേക്രഡ് ടൈമിലേക്കുള്ളൊരു പ്രവേശനം. ദേവാലയത്തിലായിരിക്കുമ്പോഴെങ്കിലും നാം ഓർക്കേണ്ട ഒരു സംഗതി, യേശുക്രിസ്തുവിൻ്റെ 1-ാമത്തെ വരവിനും യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനും ഇടയിലുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മനുഷ്യജീവിതം. മനുഷ്യൻ്റെ അസ്തിത്വം, പ്രത്യേകിച്ചും അവൻ്റെ രക്ഷാകരമായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമെന്നുള്ളത് മാമോദീസായിൽ ആരംഭിച്ച് ഈ ശാരീരിക മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നെയോ മരിച്ചുപോയവരുടെ ഉയർപ്പെങ്കിൽ അഥവാ ന്യായവിധി വരെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു, അഭിമാനിക്കുന്നുവെന്ന അപ്പോസ്തലന്മാർ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. അത് മാമോദീസായിലാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും ശവസംസ്കാര ശുശ്രൂഷയിലാണെങ്കിലും ഈ വ്യർത്ഥലോകത്തിൽ നിന്ന്, ഈ വ്യർത്ഥലോകത്തിൻ്റെ നശ്വരതയെ തുറന്നു കാണിക്കത്തക്ക വിധം ഈ പൈതലിൻ്റെ മനോനയനങ്ങളെ തുറക്കണമേ എന്നാണ് മാമോദീസയിൽ നാം പ്രാർത്ഥന ആരംഭിക്കുന്നത് തന്നെ. വിവാഹ ശുശ്രൂഷയിൽ സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ എന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇഹലോകപരമായ സമ്പാദ്യങ്ങളെക്കാൾ അധികമായുള്ള വേറിട്ട ഒരു മൂല്യബോധം അവിടെയും നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ശവസംസ്കാര ശുശ്രൂഷ ദേവാലയത്തിൽ ആരംഭിക്കുമ്പോഴും ഈ വ്യർത്ഥലോകത്തിൽ നിന്ന് പുറപ്പെട്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെയും ആരംഭിക്കുന്നത്. പൊന്നിന് വിലയില്ല അവിടെയെങ്ങും, അവിടെ ന്യായാധിപനായ ഈശോ ഇരിക്കുന്നുണ്ട് എന്നിങ്ങനെ ഈ ലോകത്തിൽ നമ്മൾ വിലപിടിച്ചതെന്ന് കരുതുന്ന പലതുമല്ല അങ്ങേ ലോകത്ത് വിലപിടിച്ചത്. അത് സുഹൃതമാണ്, നമ്മുടെ സൽപ്രവർത്തികളാണ് എന്ന് നിരന്തരം നമ്മുടെ ആരാധനാ ജീവിതം മരണപര്യന്തം നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. ഈ മരണപരിസരത്തിലും നമ്മുടെ ജീവിതത്തെയും ഒരിക്കൽ കൂടി നമ്മുടെ മൂല്യബോധങ്ങളെയും തുലനം ചെയ്തു നോക്കാനുള്ള അവസരമായി തന്നെ നാം കണക്കാക്കണം. ദേവാലയത്തിലായിരിക്കുന്ന, പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഈ നിമിഷങ്ങൾ അത്തരത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കാൻ, നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ ജാഗ്രതയെ ഒന്നും കൂടി പുനഃപരിശോധിക്കാനുള്ള അവസരമായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ കക്കാട്ടച്ഛൻ്റെ കൊച്ചമ്മ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മെത്രാസന സെക്രട്ടറി അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ മെത്രാസനത്തിൻ്റെ ആധ്യാത്മികമായ ഭൗതികമായ എല്ലാ പുരോഗതികൾക്കും വേണ്ടി അച്ഛനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ഒരു അധ്യാപികയായും ഉത്തമയായ ഒരു കുടുംബിനിയായും ഇഹലോകവാസം പൂർത്തീകരിക്കുവാനായി ദൈവം നൽകിയ നിമിഷങ്ങളെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ച ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്ന ഈ പ്രിയമാതാവിൻ്റെ ദേഹവിയോഗത്തിലുള്ള അനുശോചനം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുടെയും പേരിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബാറക് മോർ, നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായി നിന്നുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറിയേലായിസോൻ എന്ന് ഏറ്റു ചൊല്ലണം. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചു കൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപോധനും അവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ഏറ്റു ചൊല്ലണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കൃപ നിറയും മശിഹാ മൃദയാം നിന്ദാസി ഉദ്ധാനം നൽകി നവ്യതയും സ്വർഗേ മോദവുമേ ഗേണം. കണ്ണുകളിൽ കണ്ണീർ, ശ്രുതികളിൽ ആരാവം, അയ്യം വിളിവായിൽ വ്യഥയകമേ നാഥ നൽകണമാശ്വാസം. വീടതിലിളവില്ലാതോടി നടന്നോളെ കബറതിലേക്കേന്തും അപരന്മാർ നാഥ നൽകണമാശ്വാസം. കനി തിന്നപരാധം ഹൗവ ചെയ്തപ്പോൾ മാനവവംശത്തിൽ മൃതി പോകി നാഥ നൽകണമാശ്വാസം. ഉயிருള്ളോരൊപ്പം മന്ദിരമതിൽ വാണോൾ മൃതരോട് കബറാർന്നാൾ പുനരുദ്ധാനമിവൾ കഴകേകീടട്ടെ. പ്രാർത്ഥിപ്പിൻ പ്രിയരയൻ പേർക്കെല്ലായ്പ്പോഴുമെന്നെ ഓർപ്പീൻ. ഞാൻ മൃതിയാൽ പെട്ടേനൻ പാപത്തെയോ അഞ്ചുന്നേൻ. ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻകൂരിരുളിൽ സംരക്ഷ. പുണ്യം ചെയ്തോളാം ദാസി സ്ലോമോ നൽകാൻ വന്നിടും. ഈരേന്മാർ പറുദീസായിൽ നിർമ്മലമാം നിൻ ആത്മത്തെ പുകിക്കും സന്തോഷിക്കും ധാർമ്മികരോപ്പം നീവാനിൽ. ദേവേശായൻ മാർഗത്തിൽ കൂട്ടായി നിന്ന സ്ലീബായാലൻ ജീവൻ കാത്തിടണം. കർത്താവിനായ തീർപ്പിൽ സ്കീപ്പാമേൽ മോഷ്ടാവെ പോലൻപാൽ എന്നെ വാഴ്ത്തേണം. റാഹേൽ മരണമടഞ്ഞപ്പോൾ യാക്കോബ് അവളെ സംസ്കാരം ചെയ്തധികം ഖേദം പൂണ്ടാൻ. ഈ മൃതയെ പ്രതി കേഴേണ്ട, ജീവൻ നൽകും അവൾക്കുള്ളിൽ സ്ഥിതമാ തിരുമേരക്തങ്ങൾ. തൻ്റെ ദിവ്യകൽപ്പനയാൽ കർത്തൃപ്രകാരം
ഈ സഹോദരി താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവെ, തിരുസനകളിൽ സ്വർഗീയ സേനകളുടെ സഹായം ഇവൾക്ക് അയച്ചു കൊടുക്കണമേ. ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈല മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയങ്ങളിൽ നിന്നും ഇവൾ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരുള്ള ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും പാടുകയും ചെയ്യുമാറാകട്ടെ. വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും അരുളി ചെയ്ത പ്രകാരം കർത്താവേ, തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. സ്നേഹമോടെത്തിയ സൽപുത്ര മൃതിയേറ്റോനെ, ഞങ്ങളെ രണ്ടാം മൃതീന്തും കനിവാൽ കാക്ക. ഹല്ലേലൂയ. ക്രിയകൾക്കൊപ്പം സകലർക്കും ഫലമേകുമ്പോൾ നീതി നിമിത്തം വിധിഗേഹം ബഹുഭീതികരം. ഹല്ലേലൂയ. നിന്നോട് നീതിയെ എൻ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിനൊഴിയും നിൻ വരസമ്പത്താൽ. ഹല്ലേലൂയ. അനുതാപത്തിനങ്ങിടമില്ലെന്നേവം ഞാൻ കേൾപ്പതിനാലൻ സോദരരെ ഖേദിക്കുന്നിൻ. ഹല്ലേലൂയ. മൃതിയാൽ മൃതരെ മൃതരീന്നും വായിച്ചോനെ, ഈശോ നൃപതേ നിൻ കൃപയെ വാഴ്ത്തും ഞങ്ങൾ. ഹല്ലേലൂയ. ജീവനുയർപ്പിൽ സകലർക്കും നൽകാൻ മൃതനായി ജീവിച്ചോനെ, സകലേശാത്മജനെ സ്തോത്രം. ഹല്ലേലൂയ. വലിയ വെളിച്ചമുദിച്ചല്ലോ മൃതലോകത്തിൽ, അസ്ഥികളിന്മേൽ ആശീസം പനിനീർ തൂകി. ഹല്ലേലൂയ. മൃതലോകത്തിൽ ശ്ലീബായൻ കൂട്ടാകട്ടെ, വെല്ലുമുയർപ്പിൽ ദുഷ്ടനെ ഞാൻ മരണത്തെയും. ഹല്ലേലൂയ. മരണത്തിൻ കാറ്റടിയേറ്റൻ ജീവൻ മാഞ്ഞു, നിൻ സത്യാത്മാവെത്തി എനിക്കുണർവേകട്ടെ. ഹല്ലേലൂയ. കബറിന്നുയിരോട് പറുദീസിൽ നിന്നേറ്റും താതാത്മജ വിമലാത്മാവിനെന്നും സ്തോത്രം. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേൻ, സ്വീകരണം ഞാൻ നേടാനർത്ഥി. യെരൂശലേമേ, എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. നീ മൃതരായോർ വിസ്മയമീക്ഷിപ്പാ. കോട്ടയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ യെരൂശലേം പണിയപ്പെട്ടിരിക്കുന്നു. നൽകി ശ്ലോമോയോട് പോവിൻ, ഇനി എന്നേക്കും ശ്ലോമോ ഇതു തന്നെ. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. കഷ്ടം സാത്താനെ കഷ്ടം, നിങ്ങളുടെ ഭരണം മശിഹാമായിരിക്കും. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്തുതി ചെയ്യുന്നു. മൃതജീവതനേ ഈശോ രാജാവേ, മൃതൃക്കൈയിൽ ജീവൻ തിരുവിഷ്ടം. യെരൂശലേമിന്റെ കുശലം അന്വേഷിപ്പീൻ, നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ.
നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. മൃതരെ ജീവിപ്പിപ്പോനെ, മൃതര കയ്യിൽ ജീവൻ തിരുവിഷ്ടം. എന്റെ സഹോദരങ്ങളും സ്നേഹിതരും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. സഭയും സുതരും പിതൃസുതറൂഹായെ സ്തുതിഗീതത്തോടൊത്തു വണങ്ങിടും. ഇരുലോകത്തും മേവുന്നേൻ ഞാൻ, കൃപ തോന്നണമേ എന്മേലെങ്ങും. നീ കണ്ടല്ലേ ഞാനില്ലായകേ, കൃപ തോന്നണമേ ഞാനുള്ളപ്പോ. എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹാൽ നീയുയിരേകിൽ പാഴാകാ ഞാൻ. സ്നേഹിതരാ സഹദേന്മാരെ മുടിച്ചോടിച്ച നീതി പ്രിയനേ. ഈ ദാസിയെ നീ കന്യകളെ പോൽ ചൂടാഭരണം ചൂടിക്കേണം. എന്നേക്കും സ്തുതിതാതനും നദിനന്ദനും റോകുദിശായ്ക്കും. മൊറിയോറാഹേ മേലൈനുവാദാരേ. ആർദ്രതയാൽ നാഥ ദേവാദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ ബലമായി വളേ. നേട്ടത്തെ നേട്ടക്കാർക്കും വീടിനെ വാഴ്വോർക്കും വേട്ടേൻ. ദേവേശായൻ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടേണം. ഓർക്കെന്നെ മസിഹാമന്ന നീ ഘോഷം വന്നിടുമ്പോൾ ഈ ആത്മാവിന്നാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽകാ. ആർദ്രതയാൽ നാഥ ദേവാദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വളേ. സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനനും മൺമേരുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ ഏകപുത്രനായ ദൈവമായ കർത്താവേ, പരിശുദ്ധ റൂഹായോടുകൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലിപ്പ നിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായുള്ളവേ, നിന്റെ ജവിയായ ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതു ഭാഗത്ത് മൊത്തത്തോടെ ഇരിക്കുന്നവനെ ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാകുന്നു. വിശുദ്ധ റൂഹായോടുകൂടെ യേശുമിശിഹായ നീ മാത്രം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് നിത്യമായി കർത്തവ്യമുള്ളവനുമാകുന്നു. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം മഹത്വമുള്ളതും നീ എന്നേക്കും മഹത്വങ്ങളിൽ പ്രാബല്യമുള്ളവനുമാകുന്നു. എനിക്ക് യോഗ്യമാകുന്നു, മഹത്വത്തിന് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്കും ഏകജാതനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും വീഴ്ച ചേർച്ചയാകുന്നു. നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണമായി കൂടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിങ്ങൾ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു.
ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണയുന്ന മശീഹ രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നീയോർത്തോറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവ് നിയമിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ ശുദ്ധനിയമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കിമോർ സ്തോമൻ കാലോസ് കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ. ദേവാലയത്തിൽ വെച്ചുള്ള സംസ്കാര ശുശ്രൂഷ അനുഗ്രഹീതമായി പൂർത്തിയായിരിക്കുകയാണ്. ഈ സമയത്ത് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഈ സംസ്കാര ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിച്ചത് മലങ്കര സഭയുടെ ഇടുക്കി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്തായും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലിത്തയുമായ അഭിമന്യ സക്കറിയ മാർ സേവറിസ് തിരുമേനിയാണ്. ഈ പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് 2 ദിവസങ്ങൾക്ക് മുമ്പ് രോഗം ഗുരുതരമായി തീർന്ന സന്ദർഭത്തിൽ അഭിമന്യ തിരുമേനിയോട് പറഞ്ഞപ്പോൾ വളരെ തിരക്കുണ്ടായിട്ടും അന്ന് തന്നെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥനകൾ നടത്തുകയും പിന്നീട് നിര്യാതയായതിനു ശേഷം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹിച്ച അഭിമന്യ സക്കറിയ മാർ സേവറിസ് തിരുമേനിയോടുള്ള ഈ ഇടവകയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള എല്ലാ കടപ്പാടും കൃതജ്ഞതയും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതുപോലെ കോട്ടയം ഇടവകയുടെ മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസോറസ് തിരുമേനി ചുരുങ്ങിയ സമയത്തേക്ക് ഓസ്ട്രേലിയയിൽ ആയിരിക്കുന്ന സന്ദർഭമാണ്. ഈ നിര്യാണം അറിഞ്ഞതിന് ശേഷം പല പ്രാവശ്യം മെസ്സേജിലൂടെ ബന്ധപ്പെട്ട് ഏറ്റവും ഭംഗിയായത് നിർവഹിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. അഭിമന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറസ് തിരുമേനിയോടുള്ള നന്ദിയും കൃതജ്ഞതയും അഭാവത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ കോട്ടയം ഭദ്രാസന സെക്രട്ടറി ആദരണീയനായ KM സക്കറിയാച്ചൻ, കൗൺസിൽ
അംഗങ്ങളായ ബഹുമാനപ്പെട്ട പോളച്ചൻ, ലൈജു അച്ഛൻ, അതുപോലെ കൗൺസിൽ അംഗങ്ങളായിരിക്കുന്ന ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഷാജി, കൗൺസിൽ അംഗങ്ങൾ എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ ആത്മീയ സംഘടനകളുടെ ഭദ്രാസന വൈസ് പ്രസിഡന്റുമാരും ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോടൊക്കെയുള്ള നന്ദി അറിയിക്കുന്നു. വന്യരായ കോറപ്പീസ്കോപ്പ അച്ഛന്മാർ, അതുപോലെ ഞാലിയാകുഴി മാർ ബെസേലിയസ് ദേറായുടെ സുപ്പീരിയർ ആയിരിക്കുന്ന വന്യ മത്തായി റമ്പാച്ചൻ, അതുപോലെ കോട്ടയം ഭദ്രാസനത്തിലെ സീനിയർ വൈദികൻ ആദരണീയനായ PK സക്കറിയാച്ചൻ അടക്കമുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഉള്ള പ്രത്യേക നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ ബന്ധുവായ വന്യനായ ജോസഫ് സാമുവൽ അച്ഛനോടും അതുപോലെ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, മുൻ വികാരിമാർ, കോട്ടയം ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഇന്നുമായി ഭവനത്തിലൊക്കെ വന്ന് പ്രാർത്ഥനകൾ നടത്തിയ വിവിധ സഭകളിലെ, പ്രത്യേകിച്ച് മണർകാട് സെൻറ്റ് മേരീസ് കത്തീഡ്രലിലെ വൈദികർ എത്തി പ്രാർത്ഥനകൾ നടത്തി എല്ലാവരോടുമുള്ള നന്ദി കുടുംബത്തിന് വേണ്ടി ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. അതുപോലെ അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള സെൻറ്റ് മേരീസ് UP സ്കൂളിലെ പ്രധാന അധ്യാപകരും കുഞ്ഞുങ്ങളും വന്ന് ആദരാഞ്ജലികൾ അറിയിക്കുകയുണ്ടായി. അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പുതുപ്പള്ളിയുടെ MLA പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ, അദ്ദേഹം യൂറോപ്പിൽ ഒരു പര്യടനത്തിലാണ്. അദ്ദേഹം സന്ദേശത്തിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇവരെല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ നമുക്കറിയാം, ഒരു ഇടവകയിലെ ഇതുപോലെയുള്ള സംസ്കാര ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹീതമായി നടക്കണമെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു വലിയ നേതൃത്വം, ആത്മീയ സംഘടനകളുടെ ഒരു നേതൃത്വം ആവശ്യമാണ്. ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളോടും, അതുപോലെ മുഖ്യ ശുശ്രൂഷകൻ സുബിൻ, എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയാണ്. ആരെങ്കിലും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഈ പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ മൃതശരീരം സംസ്കരിക്കുവാൻ തക്കവണ്ണം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന അവസരമാണ്. അധികാരം ചെയ്യും വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും ചിതറിയൊരെല്ലകിലും നേടും തേജസ്സാത്മാവൊടു കരുവും നാശം കൂടാ ഉയരേൽക്കും സുത്യൽ മാർത്താമറിയാം തൻ സോദരനാകും സാക്ഷിയെന്നാലും ജീവൻ കൽപ്പിച്ചോണ്ടിച്ചോയായിരോ ചാൾവൃതരാന്ത്യത്തിൽ ജീവിക്കും നിന്ന വാനത്താൽ മൃതസങ്കേതേ മണ്ണയന ആദാമോടായി നിയമം തള്ളിയ മണ്ണയനെ കേട്ടി മൃതിയും ജീവനുമേകീടും ദൈവസുതൻ ഞാനെന്നോദിയതുബലവാനാം സ്വർഗീ എൻ സ്തുത്യം സാധു ഭുവനത്തെ മരണമുഖത്തിൽ ബന്ധി ഒരു വിജ്ഞൻ സൃഷ്ടാവും കരായേവും നൃപരെ പദവികളിൽ ഭീകരരാകും വിധികർത്താക്കളെ ഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പാവനതനുവോടൊരു രുദ്രവുമേക്കൊരു വിശ്വാസികൾ മൃതരേറ്റിടുമി
കാൽപുണ്യം ജീവ പ്രധാനമസിഹാദിൻ ദൈവികമാംബലഭാഗ നിലകൊണ്ടേ സ്തുതി മൃതസംഗേരേ മണ്ണേന ആദാമോടായി നിയമം തള്ളിയ മൺമയനെ കേടി കേടാണീ മൃതിയും ജീവനുമേറിയിടും ീരസുതൻ ഞാനെന്തോ പ്രിയ ബഹുബലവാനാം സ്വർഗീ തൊടുഭുവനത്തെ മരണമുഖത്തിൽ ബന്ധി ഒരു വ്യക്തൻ സൃഷ്ടാവുന്നതരായി ദേവം നൃപരെ പദവികളിൽ നിന്നും ഭീകര പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. കോച്ചടി പോലെ പാർക്കുമോ ശരണത്താലേ നിൻ കൃപയിൽ ഉയരത്തിൽ നിന്നേടും നല്ലേ ജീവൻ മൃതരാമേവർക്കും നൽകുന്നു അവர்களுള്ളിൽ നിന്ന് അവരവരിലോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു പാറയ്ക്കുമോ എന്റെ കമ്പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വീഴാന എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തട്ട് മരിച്ചതു ഞാൻ എന്നും കാത്താവന്നരുളിന്നു ഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവരെ പാർക്കുമോർ ഞങ്ങളുടെ കർത്താവ് ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നുള്ള ചരണത്തിൽ നിന്ന് പ്രാപ്തിരിക്കുന്ന ഈ ദാസിക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ, അന്യോന്യം ധൈര്യപ്പെടുത്തുവിൻ. മരിച്ചവരുടെ സംസ്കാരത്തിൽ നിരീകരണം പ്രാപിക്കുവിൻ. വൃതൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുദ്ധ ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിരാമഭവനത്തിൽ പോകുന്നതാണ് എന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആ ദൈവികമായ തിരുവഴുപ്പ് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹാ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണ്ണമായ തന്റെ ശ്രീമണ്ണാത്മെന്ന കർത്താവ് നിങ്ങളുടെ യാതനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുൻപ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം എന്ന് അനുഭവിച്ചു കൊള്ളുവീൻ എന്ന് അരുളി ചെയ്യുന്ന സന്തോഷപ്രദമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളുടെയും നിങ്ങളുടെ പരേതരുടെയും തന്റെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന ഈ മെസ്സിഹായുടെ ദാസിയുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് ഇവിടെ തന്റെ വലതു ഭാഗത്ത് വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുൻപ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഈ ദാസിയുടെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും എല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം തന്റെ ചരണത്തിൽ മേത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന തന്റെ ദാസിയും ആരാധകയുമായ ഇവളെ കൃപയോടെ ആശ്വസിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേൽ ദൈവത്തിന്റെ കരുണ എന്ന ഏക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോ
ഈ സംസ്കാര ശുശ്രൂഷകളോട് എല്ലാവരും ദൈവമായ വാഴ്ത്തി തുല്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ നിങ്ങളുടെ വിശ്വാസങ്ങളും പരിശുദ്ധമായല്ലോ ബലഹീന നിസ്സാരവുമായ ഞങ്ങളുടെ പ്രാർത്ഥന ഉന്നതവും മഹിമയുള്ളതുമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ട അംഗീകരിക്കുന്നവരാകുന്നു. Amin.